ഇതുപോലെ കുറച്ച് കല്ലും പിന്നെ ഒരു പഴയ ഡപ്പയുടെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി വാട്ടർഫോൾ ഉണ്ടാക്കിയെടുക്കാം. എന്തിനാ ഇപ്പോൾ വെറൈറ്റി വാട്ടർഫോൾ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിനൊരു കാരണമുണ്ട്. സാധാരണ ഈ വാട്ടർഫോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ നമ്മളിവിടെ അതിന് പകരമായിട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു വാട്ടർഫോൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതിയേ. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബേസ് ആക്കി എടുത്ത ആ മൂടിയിലോട്ട് ഒരു പേപ്പർ പകുതി പോർഷനിൽ മാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കല്ലുകളൊക്കെ ഗ്ലൂ വെച്ചിട്ട് ആ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ഇത് നല്ല രീതിക്ക് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഫസ്റ്റ് വെച്ചെടുത്ത ആ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. വേറെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് വാട്ടർ വരുന്ന പോർഷനിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത പേപ്പർ വടി പോലെ നിൽക്കുന്നുണ്ടാവും. അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് ആ പേപ്പറിന്റെ മുകളിലൊന്ന് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിക്ക് ഡ്രൈ ആയതിനു ശേഷം ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. വാട്ടർഫോളിന്റെ പോർഷനിൽ ഞാൻ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബേസിന് ബ്രൗൺ കളറും കല്ലുകൾക്ക് ബ്ലാക്ക് കളറുമാണ് ചെയ്തെടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വാട്ടർഫോൾ ചെയ്തേക്കുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ്. അതിന് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് വല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒന്ന് വെച്ചെടുക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഗ്രീൻ പെയിന്റ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഇതുപോലെ ലീവ്സ് ഒക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള വാട്ടർഫോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കാം. ഇതുപോലെ ചീപ്പ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ക്രാഫ്റ്റ് നമ്മൾ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടുവെക്കാം.